ചാലിശ്ശേരി ഗ്രാമത്തിന്റെ പ്രഭാതങ്ങളോടൊപ്പം 66 വർഷമായി സഞ്ചരിക്കുകയാണ് ഒറ്റപ്പിലാവ് സ്വദേശി AK കുഞ്ഞുപ്പ. ചാലിശ്ശേരി അങ്ങാടിക്കാർക്കിടയിൽ ഇദ്ദേഹം ആരു പറഞ്ഞ എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. ചാലിശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ വിശ്വസ്തനായ മീൻ വ്യാപാരിയായി 77ന്റെ നിറവിലും പ്രായത്തെ വെല്ലുവിളിച്ച മീൻ വിൽപ്പന തുടരുകയാണ് കുഞ്ഞുപ്പ. AK കുഞ്ഞുപ്പ ഒറ്റപ്പിലാവ് AK കുഞ്ഞുപ്പ ഒറ്റപ്പിലാവ്. ഒറ്റപ്പിലാവ് അമ്പലത്ത് വീട്ടിൽ കോയക്ക പാത്തുണ്ണി ദമ്പതികളുടെ മൂത്ത മകനായ കുഞ്ഞുപ്പ പെരുമ്പിലാവ് അറയ്ക്കൽ LP സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. തുടർന്ന് പിതാവിന്റെ പാത തുടർന്ന് 10ാം വയസ്സിൽ മീൻ വിൽപ്പനയിലേക്ക് ഇറങ്ങി. തലയിൽ മീൻകൊട്ടയേന്തി ചാലിശ്ശേരിയിലേക്ക് കാൽനടയായി എത്തി വീടുകൾ കയറിയിറങ്ങിയായിരുന്നു തുടക്കം. ഉണക്കമീനും പച്ചമീനും നിറച്ച കൊട്ടയിലെ ഐസ് വെള്ളം തലയിൽ വീഴാതിരിക്കാൻ കോട്ടൺ തുണി കെട്ടിയാണ് കിലോമീറ്ററുകൾ നടന്നിരുന്നത്. പുലർച്ചെ ചൂട്ട് കത്തിച്ച് വെളിച്ചത്തിൽ നടന്നാണ് ചാലിശ്ശേരി മീൻ മാർക്കറ്റിലെത്തിയിരുന്നത്. അക്കാലങ്ങളിൽ കടവല്ലൂർ, ആലംകോട്, നന്നമുക്ക്, കപ്പൂർ, നാഗലശ്ശേരി തുടങ്ങിയ സ്ഥലത്തുനിന്ന് മീൻ വാങ്ങാൻ ആളുകൾ എത്തിയിരുന്നത് ചാലിശ്ശേരിയിലെ മീൻ മാർക്കറ്റിലായിരുന്നുവെന്ന് കുഞ്ഞുപ്പുക്ക പറയുന്നു. അന്ന് ലോഡില്ലല്ലോ, ബസ്സൊക്കെ അന്നത്തെ കാലത്ത് ബസ്സൊന്നുമില്ലല്ലോ, ഒരു ബസ്സില്ല, സാധാരണ വണ്ടി ഉണ്ടാവും. 21ാം വയസ്സിൽ സൈക്കിൾ സ്വന്തമാക്കിയതോടെ കുന്നംകുളം, പൊന്നാനി, കൊടുങ്ങല്ലൂർ, ചേറ്റുവ വരെ സൈക്കിൾ ചവിട്ടി മത്സ്യം വാങ്ങുവാനായി വന്നിരുന്നു. കൊടുങ്ങല്ലൂരിന് മീനായിട്ട് ചാവക്കാട് വരെ എത്തും. അപ്പോൾ ചേറ്റുവ അവിടെയാണ്, ഇവിടെ ചേറ്റുവായത്. അവിടുന്ന് ചേറ്റുവ അവിടെ അടിച്ചാൽ സുഖമാണ്. അപ്പോൾ 10 മണിക്ക് ചാവക്കാട് എത്തി അവിടെ ആണെങ്കിൽ കൊടുക്കും. അവിടെ നടന്നിട്ട് ഇങ്ങനെ തടിയും കൂടി ഇങ്ങനെ പോകും. സൈക്കിളിൽ വീടുകളിലെത്താൻ സമയം വൈകുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ പകരം ഇരുചക്രവാഹനമാക്കി. ഇപ്പോൾ 5 വർഷമായി TVS സ്കൂട്ടറിലാണ് യാത്ര. മഴയോ വെയിലോ നോക്കാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചാലിശ്ശേരിയിലെത്തുന്ന കുഞ്ഞുപ്പുക്കയെ നാട്ടുകാർ ഒരു സാധാരണ മീൻകാരനായല്ല, കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. ആര് പറഞ്ഞു ചായശ്ശേരി അങ്ങാടി എന്തോട്ടു, ആര് പറഞ്ഞ ആളാ വരുന്നെന്ന് പറഞ്ഞു. ഇവിടെ അറിയില്ല, ചായശ്ശേരി അങ്ങനെ ആര് പറഞ്ഞാൽ എല്ലാവരും അറിയും. ജീവിതത്തിലെ പ്രയാസങ്ങളെയെല്ലാം പുഞ്ചിരിയോടെ നേരിട്ട കുഞ്ഞുപ്പുക്കയുടെ ജീവിതം കഠിനാധ്വാനത്തിന്റെയും വിശ്വാസ്യതയുടെയും ആത്മവിശ്വാസത്തിന്റെയും മാതൃകയാണ്. തൊഴിലെന്നാൽ ആത്മാർത്ഥതയും ഉപഭോക്താവിനോടുള്ള വിശ്വാസവുമാണ് എന്ന സന്ദേശമാണ് ഇദ്ദേഹം യുവതലമുറയ്ക്ക് നൽകുന്നത്. ആദ്യകാലങ്ങളിൽ ചാലിശ്ശേരിയിലെ പടിഞ്ഞാറെ പള്ളിപ്പെരുന്നാൾ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യവില്പന നടക്കാറുള്ളതെന്നും അവയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര ദിനങ്ങളെന്നും കുഞ്ഞുപ്പുക്ക പറഞ്ഞു. നിലവിൽ ട്രോളിംഗ് നിരോധനം തുടരുന്നതിനാൽ മത്സ്യലഭ്യത കുറവാണെങ്കിലും ജൂലൈ 31-ന് നിരോധനം അവസാനിക്കുന്നതോടെ വിൽപ്പന കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കുഞ്ഞുപ്പുക്ക. ഒറ്റപ്പിലാവിൽ താമസിക്കുന്ന കുഞ്ഞുപ്പുക്കയുടെ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രം ഇന്നും ചാലിശ്ശേരി തന്നെയാണ്. 6.5 പതിറ്റാണ്ടിലേറെയായി ഒരു നാടിന്റെ വിശ്വാസം നേടിയെടുത്ത ഈ മീൻ വ്യാപാരി കാലം മാറിയിട്ടും തൊഴിൽ മൂല്യങ്ങളും മനുഷ്യബന്ധങ്ങളും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആരോടും പരിഭവമില്ലാതെ പുഞ്ചിരിച്ച് തന്റെ യാത്ര തുടരുകയാണ്.